ഈ കാണുന്നതാണ് ടോക്കിയോ ടവർ. നൈറ്റിലെ സ്കൈ ട്രീയുടെ വ്യൂ ആണ് ഇത്. കുറേ ക്വസ്റ്റ്യൻസ് അങ്ങനെ കണ്ടു. ഏജന്റ് 4 lakh റുപ്പീസ് ചോദിച്ചു ജപ്പാനിലേക്ക് വരാനായിട്ട്. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നല്ല ജോലി കിട്ടും എന്നൊക്കെ. ഹായ് ഓൾ, വെൽക്കം ടു ഹനാമി ക്രിയേഷൻസ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളുടെ ജപ്പാനിലെ ടോക്കിയോ സ്റ്റേഷൻ്റെ മുന്നിലാണ് കേട്ടോ. ഈ ബാക്കിൽ കാണുന്നതാണ് ടോക്കിയോ സ്റ്റേഷൻ. ഇപ്പോൾ ഇവിടെ വിൻ്ററിൻ്റെ സമയമാണ്. ഓട്ടം ഫോൾസും ഓട്ടം ലീവ്സൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് കേട്ടോ. പിന്നെ ക്രിസ്മസിൻ്റെ ഒരു സമയമാണ്, ഡിസംബർ ആണല്ലോ. അപ്പോൾ ക്രിസ്മസിൻ്റെ ഒക്കെ ഒരു സമയമായതുകൊണ്ട് ഈ ടോക്കിയോയും ഇതിൻ്റെ ഈ ഏരിയയൊക്കെ ക്രിസ്മസ് സമയത്ത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ, ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ആ രാത്രിയിൽ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുള്ള ടോക്കിയോനെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ ഓട്ടം ലീവ്സ് ഒക്കെ ഇങ്ങനെ പൊഴിഞ്ഞു തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യം ഇവിടെ ടോക്കിയോയിൽ ഓട്ടം കുറച്ച് താമസിച്ചിട്ടായിരുന്നു. യൂഷ്വലി ഒക്ടോബർ നവംബർ ആ ഒരു ടൈമിലായിരിക്കും ഓട്ടം ഉണ്ടാവാറുള്ളത്. പക്ഷേ ഈ സമയത്ത് ഡിസംബർ ആയിട്ടും ആ ഓട്ടം ലീവ്സൊക്കെ അങ്ങനെ സ്റ്റിൽ നിൽക്കുന്നുണ്ട്. ഈ ടോക്കിയോ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറേ ഓട്ടം ലീവ്സും മരങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ക്രിസ്മസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിസംബർ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോക്കിയോയും ഈ ഏരിയയൊക്കെ ലൈറ്റ്സ് ഒക്കെ ഇട്ട് നല്ല രസമായിരിക്കും കാണാൻ. ഒത്തിരി സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇലുമിനേഷനും പരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ കാണാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ടോക്കിയോയിലൂടെ ചുമ്മാ ഒന്ന് നൈറ്റ് റൈഡിന് വന്നിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെ ഈ ടോക്കിയോ ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഈ ക്രിസ്മസ് സമയത്ത് ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുള്ള ടോക്കിയോ എങ്ങനെയാണ് ഇരിക്കണമെന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നല്ല രസമല്ലേ പുറകിൽ ടോക്കിയോ സ്റ്റേഷൻ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ യൂഷ്വലി ഇങ്ങനെ ഈ വെഡ്ഡിങ് ഫോട്ടോസ്, വീഡിയോഗ്രാഫി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ രാവിലെ അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ നടക്കാറുണ്ട് കേട്ടോ. നല്ല രസമാണ് അത് ബാക്ക്ഗ്രൗണ്ടിൽ ആ ടോക്കിയോ സ്റ്റേഷനൊക്കെ വരുമ്പോഴത്തേനും. സ്റ്റേഷൻ തീർന്നിട്ടില്ല. അവിടെ നിന്ന് ഇങ്ങനെ നടന്നു തുടങ്ങുമ്പോൾ ഫുള്ള് ഇവിടെയൊക്കെ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ടോക്കിയോ സ്റ്റേഷൻ. ശരിക്കും ഒരു കൊട്ടാരമൊക്കെ കിടക്കണ പോലെയാണ് തോന്നുന്നത് കാണുമ്പോൾ. ടോക്കിയോ സ്റ്റേഷൻ്റെ ചുറ്റും ബിൽഡിങ്സ് ഒക്കെ നിൽക്കുന്ന നോക്ക്. ഒരുപാട് IT കമ്പനീസൊക്കെയാണ് കൂടുതലും ഉള്ളത്. പിന്നെ അതുപോലെ റെസ്റ്റോറൻറ്റ്സും ഹോട്ടൽസും അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഈ ചുറ്റും കാണുന്നത്. ഈ രാത്രി ലൈറ്റ്സ് ഒക്കെ ഇട്ട് നിൽക്കുമ്പോൾ എന്ത് രസമല്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് പോയിട്ട് അവിടെ ഈ ക്രിസ്മസിൻ്റെ ഇലൂമിനേഷനൊക്കെ ഇവർ ഇട്ട് വെച്ചിട്ടുണ്ട് ഈ ട്രീസിലൊക്കെ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇവിടെയൊക്കെ ഒത്തിരി പേര് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എപ്പോൾ വന്നാലും ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് ആൾക്കാർ നിൽക്കുന്നുണ്ടാകും. കാരണം നല്ല രസമല്ലേ ഈ ടോക്കിയോ സ്റ്റേഷൻ കാണാൻ വേണ്ടിയിട്ട്. അടിപൊളി ആയതുകൊണ്ട് വെഡ്ഡിങ് വീഡിയോസും ഫോട്ടോസും അടക്കം ഇവിടുന്ന് എടുക്കാറുണ്ട്. ഇത് കണ്ടോ, ഇവിടെ 2 വെഡ്ഡിങ്ങിൻ്റെ വീഡിയോസും ഫോട്ടോഷൂട്ടും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ ആൾക്കാരും വെഡ്ഡിങ്ങിൻ്റെ ഒക്കെ ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ, വെഡ്ഡിങ് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട്. ഇത് അങ്ങ് കാണുന്നിടം വരെ ഉണ്ട് കേട്ടോ, അങ്ങുണ്ട്. ഒത്തിരി നമുക്ക് നടക്കാനുണ്ട്. ഞാൻ അത്രയും നടന്നൊന്നും പോകുന്നില്ല. ഇവിടെ കുറച്ച് പേർക്ക് സ്കീയിങ്ങിന് വേണ്ടിയിട്ട് പ്ലേസ് ഇട്ടിരിക്കുകയാണ്. ഒത്തിരി പേര് വന്നിട്ട് സ്കീയിങ് ഒക്കെ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാ പ്രാവശ്യവും ഇവിടെ ഓട്ടത്തിന് എവിടെയെങ്കിലും നമുക്കിങ്ങനെ ഓട്ടം ട്രീസൊക്കെ കാണാൻ വേണ്ടി എല്ലാ പ്രാവശ്യം പോകുന്നതാണ്. ഞാൻ ജപ്പാനിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓട്ടം നമ്മളെങ്ങും പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കണം കേട്ടോ. കാരണം എൻ്റെ ഹസ്ബൻഡിന് കാലിനൊരു ചെറിയ പണി കിട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അധികം ഡ്രൈവ് ചെയ്യാനോ നടക്കാനോ ഒന്നും പറ്റില്ല. സോ നമ്മൾ വീട്ടിൽ തന്നെയാണ്. ഈ പ്രാവശ്യം ഓട്ടോ ഒന്ന് നമുക്ക് എൻജോയ് ചെയ്യാൻ എങ്ങും പോകാനൊന്നും പറ്റിയിട്ടില്ല. നിങ്ങൾ കാണുന്നുണ്ടോ, അവിടെ വേറൊരു ബ്രൈഡ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രൈഡ് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ടോക്കിയോ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിട്ടുണ്ട് രാവിലെ 4 മണിക്കൊക്കെ. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ നമുക്ക് സ്പെഷ്യൽ പെർമിഷനൊക്കെ വേണം. എന്നിട്ട് വേണം നമ്മൾ വന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഹസ്ബൻഡിന് കുറച്ച് ഫോട്ടോയുടെയും വീഡിയോഗ്രാഫിയുടെ ഒക്കെ കുറച്ച് ഭ്രാന്തുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനത്തെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നമ്മളും ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവിടെ വന്നിട്ട് നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ ഓക്കെ, ഇത് നമ്മൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന കേട്ടോ ഇവർ 5830 ഈ ചെറിയ ക്രിസ്മസ് ട്രീക്ക്. ഈ ക്യാൻഡിലിന് 1320 yen. നാട്ടിലത്തെ ഒരു 700 രൂപയുടെ അടുത്ത് വരും. നമുക്ക് ഈ ചെറിയ ഐറ്റത്തിന് വരെ 1650 yen ആണ്. നല്ല കോസ്റ്റ്ലിയാണ്.
അങ്ങ് എൻ്റെ വരെ ഈ ക്രിസ്മസിൻ്റെ ലൈറ്റ്സ് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. നല്ല രസമാണ് കാണാൻ. ശരിക്കും നേരിട്ട് കാണുന്ന അത്രയും ക്യാമറയിൽ കൂടെ കാണാൻ ഭംഗിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. ക്യാമറയിൽ നോക്കുമ്പോൾ അത്രയും ലൈറ്റ്സ് അങ്ങനെ മനസ്സിലാവണില്ല. ഇവിടെയൊക്കെ കോഫി ടീ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ചെയർസൊക്കെ ഇട്ടിരിക്കുക. നല്ല രസമല്ലേ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കുടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെയും വെഡ്ഡിങ് ഫോട്ടോഗ്രാഫീസൊക്കെ നടക്കുകയാണ്. സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ സ്ഥലമാണല്ലോ. നല്ല രസമല്ലേ കാണാനായിട്ട്. ഇവിടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഇവിടെ ഒരു ബിൽഡിങ് ചെറിയൊരു ഇത് കാണുന്നില്ലേ, അത് ടോക്കിയോ പാലസിൻ്റെ ഒരു എൻട്രൻസ് ആണ് കേട്ടോ. ഈ കാണുന്നത് ഈ ലൈറ്റ് ഇട്ട് വൈറ്റ് കളറിൽ കാണുന്നത്. ഈ കാണുന്നതാണ് ടോക്കിയോ ടവർ. നമ്മൾ ഒരു ദിവസം ഈ ടോക്കിയോ ടവറിനകത്ത് പോയിട്ട് അതിൻ്റെ ഒരു വീഡിയോ കാണിക്കാം കേട്ടോ. നല്ല രസമില്ല നൈറ്റ് കാണാനായിട്ട്, ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട്. ഇനി ടോക്കിയോ ടവറിൻ്റെ ഒരു മിനിയേച്ചർ അതിൻ്റെ താഴെ തന്നെ ആക്കി വെച്ചിരിക്കുകയാണ്. ക്രിസ്മസ് ആയതുകൊണ്ട് ലൈറ്റ്സ് ഒക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ആക്കിയിട്ട് കേട്ടോ. ഇതിനുള്ളിൽ ഇഷ്ടംപോലെ ഷോപ്സും ഗെയിമിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. അതെപ്പോഴേലും ഇതിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ കാണിച്ചു തരാം. ഇതാണ് സ്കൈ ട്രീ. ഒരുപാട് വീഡിയോകളിൽ മോർണിംഗിൽ സ്കൈ ട്രീ കാണിച്ചിട്ടുണ്ട്. നൈറ്റ് ഈ സ്കൈ ട്രീയുടെ വ്യൂ കാണിച്ചിട്ടുണ്ടോ, കാണാൻ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഇന്ന് ഈ നൈറ്റ് സ്കൈ ട്രീയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. സ്കൈ ട്രീ നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കുമ്പോഴും സ്കൈ ട്രീൻ്റെ വ്യൂ കാണാൻ പറ്റും. ഇത് നല്ല രസമില്ലേ സ്കൈ ട്രീ കാണാൻ. നല്ല ആ കളേഴ്സൊക്കെ നല്ല രസമുണ്ട്. അതിങ്ങനെ മിന്നിമാഞ്ഞ കളേഴ്സൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും രാത്രി ഫുള്ള്. ഇതിനകത്തും ഒരുപാട് ഷോപ്സും കഫേസും റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ സ്കൈ ട്രീയുടെ മേളിൽ നിന്ന് നമ്മൾ കാണുന്ന വ്യൂവും നല്ല രസമാണ്. ചെറുതായിട്ട് ടോക്കിയോ ഫുള്ള് കാണുന്ന ആ ഒരു വ്യൂ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എവിടെ നിന്നാലും നമുക്ക് ടോക്കിയോയിൽ എവിടെ നിന്നാലും സ്കൈ ട്രീ കാണാൻ പറ്റും. നമ്മൾ ട്രിപ്പൊക്കെ പോയിട്ട് വരുമ്പോൾ സ്കൈ ട്രീയുടെ ഏതെങ്കിലും ഒരു ഭാഗം കാണുമ്പോൾ നമ്മൾ ടോക്കിയോ എത്തി, വീടെത്താറായി എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ. നമ്മുടെ കൊച്ചി എത്തി എന്ന് പറയണ പോലെ. ഏതെങ്കിലും ടീ ഹൗസ് നോക്കി പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ ഇങ്ങനൊരു ഇന്ത്യ ടീ ഹൗസ് എന്നും പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, മുംബൈ എന്നൊക്കെ എഴുതിയിട്ട്. നിങ്ങളുടെ ആരിലും ഇങ്ങനെ ഉണ്ടോ? നമ്മൾ ഏതെങ്കിലും ഒരു ഫുഡ് കഴിക്കാൻ പോകുമായിരിക്കും, അപ്പോൾ നമ്മളുടെ ഇന്ത്യൻ അല്ലെങ്കിൽ കേരള സ്റ്റൈൽ റെസ്റ്റോറൻറ്റ് എവിടെയെങ്കിലും കാണും. എപ്പോഴും വിചാരിക്കും ഇനി ബിരിയാണിയും അല്ലെങ്കിൽ അങ്ങനത്തെ റെസ്റ്റോറൻറ്റ്സ് ഒന്നും കണ്ടു കഴിഞ്ഞാൽ അതൊന്നും കഴിക്കരുത്, എപ്പോഴും നമ്മൾ കഴിക്കുന്നതാണല്ലോ എന്ന്. പക്ഷേ എങ്കിലും എവിടെ പോയാലും ഇത് കണ്ടു കഴിയുമ്പോൾ ആദ്യം ചിലപ്പോൾ അവിടെ തന്നെ ആയിരിക്കും പിന്നെയും കയറുന്നത്. ഏത് പുതിയ ക്യുസീൻ പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിരുന്നാൽ പോലും ഇങ്ങനൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആയിരിക്കും പോകുന്നത്. ഞങ്ങൾക്ക് സ്ഥിരം സംഭവിക്കുന്ന കാര്യം അത്. ഇപ്പോൾ ഇനി ഇതിൻ്റെ അടുത്ത് നമ്മൾ പാർക്കിംഗ് എവിടെയെങ്കിലും കിട്ടുമോ എന്ന് നോക്കി ഇങ്ങനെ പോവുകയാണ്. ഇവിടെ നല്ല ബിസി ആയിട്ടുള്ളൊരു സ്ഥലമാണ്, അതുകൊണ്ട് പാർക്കിംഗ് കിട്ടാൻ ചാൻസ് ഭയങ്കര കുറവാണ്. നമ്മളിങ്ങനെ നോക്കി പോവുകയാണ് ഇവിടെ എവിടെയെങ്കിലും പാർക്കിംഗ് ഉണ്ടോ എന്ന്. രണ്ട് സൈഡിലും ഷോപ്സാണ്, റെസ്റ്റോറൻറ്റ്സ്, പക്ഷേ എങ്ങും പാർക്കിംഗ് അവൈലബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പാർക്കിംഗ് എവിടെ കിട്ടും എന്ന് ആലോചിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. വിശന്നിട്ടാണെങ്കിൽ കണ്ണും കാണാൻ വയ്യ. വിശന്ന് കഴിഞ്ഞാൽ ആരുടെ സൗണ്ട് താഴെ. സ്പേസ് ഉണ്ടല്ലോ. Mummy also like all of the restaurant, Ami. But what to do? See, we can choose anything if we get a parking. ഈ ടോക്കിയോ പോലത്തെ സ്ഥലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. നമുക്ക് പാർക്കിങ് ഭയങ്കര ഒരു പണിയാണ്. നാട്ടിലൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് അവിടെ പോയിട്ട് അതിൻ്റെ നേരെ ഫ്രണ്ടിൽ കൊണ്ട് വണ്ടി ഇടുന്നു, നിർത്തുന്നു, ഇറങ്ങി പോകുന്നു, ഫുഡ് കഴിക്കുന്നു, ഇറങ്ങി വരുന്നു. കലൂരിലെ ട്രാഫിക് ജാം അതിൻ്റെ ഫ്രണ്ടിലുണ്ടായാലും ആരും മൈൻഡ് ചെയ്യത്തില്ല. അതല്ലെങ്കിൽ അങ്ങനെ കഴിയുമ്പോഴേ അറിയുള്ളൂ. നമ്മൾ മാത്രമല്ലോ ഉണ്ട്. നല്ല ആംബിയൻസ്.
പുറത്ത് റോഡൊക്കെ നോക്കിയിട്ട് ബിരിയാണി കഴിച്ചാൽ എന്തും പറയാന്ന് പറഞ്ഞിട്ട് നീ ബിരിയാണി തന്നെയല്ലേ പറയുള്ളൂ. എഗ് ചിക്കൻ ടിക്ക 5 പീസ്, എഗ് चिकन बिरयानी, चिकन बिरयानी और चपाती. ഡെസേർട്ട് എന്തെങ്കിലും വേണോ? ലഡ്ഡു ഉണ്ട്, ഗുലാബ് ജാമുൻ. പുട്ടുണ്ടോ? പുട്ട് ഇവിടെ ഡെസേർട്ടായിട്ട് കൊടുക്കില്ല. 2 ലഡ്ഡുവിന് 550 yen, അതായത് നാട്ടിലൊരു 300 രൂപ 2 ലഡ്ഡുവിന് കേട്ടോ. ഇതിൽ പറയാൻ സമയമില്ല. 2 ലഡ്ഡു എന്ന് പറയുമ്പോൾ അറിയാമല്ലോ എന്തോരം ഉണ്ടെന്ന്. ഇവിടെ അത് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ജപ്പാനിൽ ജോലി കിട്ടുന്നതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അൺസ്കിൽഡ് ജോബിനൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നാട്ടിലൊരു 1.5 ലക്ഷം രൂപയൊക്കെ സേവ് ചെയ്യാൻ പറ്റുമെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ അൺസ്കിൽഡ് ജോബൊക്കെ ഇവിടെ ചെയ്യുന്നവർക്ക് സ്റ്റാർട്ടിങ് സാലറി എന്ന് വന്ന് 1,60,000 yen ഒക്കെയാണ്. അതായത് നാട്ടിലൊരു 80,000 രൂപയാണ് അവർക്ക് കിട്ടുന്നത്. മാക്സിമം പോയി അവർക്ക് കിട്ടാൻ പോകുന്നത് 2 lakh yen ആണ്. 2 lakh yen എന്ന് വെച്ചാൽ നാട്ടിൽ 1 lakh എന്ന് വിചാരിച്ചു. അതിനകത്ത് നിങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ പോയാൽ അപ്പോൾ തന്നെ ആകും. അതായത് ഇവിടെ 2 ലഡ്ഡുവിൻ്റെ വിലയാണ് 550. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയാൽ എത്ര രൂപ നിങ്ങൾക്ക് ആകും എന്ന് ചിന്തിച്ച് നോക്കി. ഇനി റെസ്റ്റോറൻറ്റിലൊന്നും പോകണ്ട, ഭയങ്കരമായിട്ട് അങ്ങനെ പിശുക്കി അങ്ങനെ ഒതുങ്ങി അങ്ങനെ ജീവിക്കാമെന്ന് തന്നെ വിചാരിച്ചാൽ പോലും നിങ്ങൾക്ക് ടാക്സ് ബിൽ അടയ്ക്കണം, ഇൻഷുറൻസ് അടയ്ക്കണം, പെൻഷൻ അടയ്ക്കണം. നിങ്ങൾ വീട് നിങ്ങളുടെ ഓൺ റെൻ്റാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ആ റെൻ്റ് അടയ്ക്കണം. അതെല്ലാം ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് മേ ബി നാട്ടിലൊരു 15,000 അല്ലെങ്കിൽ 10,000 രൂപയായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ 3 lakh 4 lakh ആയിരിക്കും ചിലപ്പോൾ സ്പെൻഡ് ചെയ്യാൻ ഏജൻസിക്ക് കൊടുക്കാനൊക്കെ. കാരണം കുറേ ക്വസ്റ്റ്യൻസ് അങ്ങനെ കണ്ടു. ഏജൻറ്റ് 4 lakh റുപ്പീസ് ചോദിച്ചു ജപ്പാനിലേക്ക് വരാനായിട്ട്. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നല്ല ജോലി കിട്ടും എന്നൊക്കെ. ആക്ച്വലി നിങ്ങൾ ഈ പറയണ 1.5 ലക്ഷം രൂപ, ഐ മീൻ നമുക്ക് ആ കമൻറ്റ് ചെയ്ത ആൾ പറയണ പോലെ 1.5 ലക്ഷം രൂപയൊന്നും നിങ്ങൾക്ക് സേവ് ചെയ്യാൻ എന്തായാലും പറ്റില്ല. നിന്നെ കാണാനില്ല. അങ്ങനെ ഞങ്ങൾ ചിക്കൻ ടിക്ക 5 പീസാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. 5 പീസിന് 1320 yen, അതായത് നേരെ പകുതി. ചപ്പാത്തി എത്രയായിരുന്നു? ഒരെണ്ണം അല്ല 2 പീസ് 550 തോന്നുന്നുണ്ട്. ബിരിയാണി 1650. അപ്പോൾ മുമ്പേ പറഞ്ഞു വന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാൻ ഇത്രയോ. നിങ്ങൾക്ക് ഹോസ്പിറ്റലും കാര്യങ്ങളും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വന്നാൽ അത് കൊടുക്കണം, റെൻറ്റ് കൊടുക്കണം. റെൻറ്റ് ചില കമ്പനീസ് അവർ റെൻറ്റ് അവരുടെ വകയായിരിക്കും റെൻറ്റ്, ഇല്ലെങ്കിൽ ചിലപ്പം ഷെയർഡായിട്ട് കുറേ പേര് ഒന്നിച്ച് താമസിച്ച് അങ്ങനെ റെൻറ്റ്. അപ്പോഴും നിങ്ങൾക്ക് ഷോപ്പിൽ പോകുന്നതും അങ്ങനെയൊക്കെ ചിലവുണ്ട്. അപ്പം മേ ബി നാട്ടിലൊരു 15 അല്ലെങ്കിൽ 10,000 രൂപയായിരിക്കും നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കുറേ കമൻറ്റ്സ് കണ്ടു, 3 ലക്ഷം ചോദിച്ചിട്ടുണ്ട്, 4 ലക്ഷം ചോദിച്ചിട്ടുണ്ട് ഏജൻ്റ് എന്ന് പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും രൂപ കൊടുത്ത് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് നാട്ടിലൊരു 10,000 അല്ലെങ്കിൽ 15,000 സേവ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതിൽ പ്രത്യേകിച്ചൊരു കാര്യമില്ല. പക്ഷെ അപ്പോഴും നിങ്ങൾക്ക് ജാപ്പനീസ് അറിയാമെങ്കിൽ മേ ബി നിങ്ങളിവിടെ വന്ന് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ജോലി ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസം. ഒന്നാമത്തെ കാര്യം, ഈ അൺസ്കിൽഡ് ജോബ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലൈഫ് ലോങ് അങ്ങനെ ഒരു ജോബ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കിട്ടില്ല. അപ്പം നാട്ടിൽ നമ്മളൊരു കൂലിപ്പണിക്ക് പോകണമെങ്കിൽ എന്നും ആ സെയിം പണി ഇങ്ങനെ ഒരു വർഷത്തിലേക്ക് അല്ലെങ്കിൽ 2 വർഷം ആ പണി ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ 3 മാസം അല്ലെങ്കിൽ 4 മാസമായിരിക്കും നിങ്ങൾ ആ ജോലി ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ജോലി പോയി കഴിഞ്ഞാൽ അടുത്തൊരു ജോലി നിങ്ങൾക്ക് തപ്പണമെങ്കിൽ നിങ്ങൾക്ക് ജാപ്പനീസ് അറിയണം. ഇതൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി അല്ല. അപ്പോൾ അത് നല്ല ഡിഫിക്കൽട്ടാണ് നിങ്ങൾക്ക് ജാപ്പനീസ് അറിയില്ലെങ്കിൽ. അപ്പോൾ നിങ്ങൾ വന്ന് നിങ്ങളുടെ ജോലി ഒരു 3 മാസം 4 മാസം കൊണ്ട് തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 10,000 അല്ലെ 15,000 വീതം 4 മാസം നിങ്ങൾ സേവ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര രൂപ ഉണ്ടാവും? നിങ്ങൾ മുടക്കിയ 3 ലക്ഷം അല്ലെ 4 ലക്ഷം പോലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല. അപ്പോൾ ഈ വീട് പണയം വെച്ചും അല്ലെങ്കിൽ ഭാര്യയുടെ ഗോൾഡൊക്കെ വിറ്റിട്ടൊക്കെ ഇങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ, കാരണം അങ്ങനെ തന്നെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു, അങ്ങനെ ചെയ്യാനിരിക്കുകയാണ് ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ട്.
ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ ചെയ്യട്ടെ എന്നുള്ള ഡിസിഷൻ ഞങ്ങളല്ല എടുക്കേണ്ടത്, അത് നിങ്ങളാണ് എടുക്കേണ്ടത്. ഇവിടുത്തെ സാലറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല സാലറി ഒക്കെ കിട്ടും, അല്ലെങ്കിൽ നല്ല ജോലിയൊക്കെ കിട്ടും. നിങ്ങൾക്ക് ജാപ്പനീസ് അറിയാമെങ്കിൽ, ജാപ്പനീസ് ഒട്ടും അറിയാതെ ഇവിടെ കയറി വന്ന് അൺസ്കിൽഡ് ജോബിനൊക്കെ വന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് പച്ചപിടിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നിരുത്സാഹപ്പെടുത്തുമൊന്നുമല്ല, ഇതാണ് സത്യം. നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ജാപ്പനീസ് പഠിപ്പിക്കുന്ന സ്കൂൾസ് ഉണ്ട്. അവിടെയൊക്കെ ഒരു 15,000 അല്ലെങ്കിൽ 10,000 നമുക്ക് ആ ഒരു N5 അല്ലെങ്കിൽ ഒരു കോഴ്സ് കംപ്ലീറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. അങ്ങനെയൊക്കെ പഠിച്ച് ഇവിടെ വരുന്നതല്ലേ നിങ്ങൾ 3 ലക്ഷം 4 ലക്ഷം രൂപ കളയുന്നതിനേക്കാളും സേഫ്. നിങ്ങൾക്ക് ഒരു 15 രൂപ അല്ലെങ്കിൽ 10 രൂപ പോകുന്നതാണ് അത്രയും പ്രശ്നമില്ലല്ലോ 4 ലക്ഷം പോയി എന്ന് പറയുന്നതിനേക്കാളും. അപ്പോൾ ഇവിടെ ഉറപ്പായിട്ടും ജോലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ജാപ്പനീസ് അറിയുവാണെങ്കിൽ നിങ്ങൾ സേഫ് ആയിരിക്കും. ഇനി എൻജിനീയേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ ഇവിടെ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അൺസ്കിൽഡ് ആൾക്കാരെക്കാളും. സോ അങ്ങനെയുള്ളവർ ഇങ്ങോട്ട് ട്രൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ലും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ, ഇംഗ്ലീഷ് ചിലപ്പോൾ ചില കമ്പനീസ് ഇംഗ്ലീഷ് മാത്രം മതിയുള്ള കമ്പനീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നമ്മൾ കുറേ അതിൻ്റെ ഏജൻസിയും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനകത്ത് കയറി ട്രൈ ചെയ്ത് നോക്കൂ. ഓരോരുത്തരും നമ്മളോട് ഇന്ന ജോബുണ്ടോ നോക്കുമ്പോൾ നമുക്കും അതറിയില്ല. എനിക്ക് അതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ലാത്ത ഒരാളാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹെൽപ്പ് ആവട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ അങ്ങനത്തെ ഡിസ്ക്രിപ്ഷനിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇട്ടിരിക്കണേ. നിങ്ങൾ ഓരോരുത്തരും ഇപ്പോഴും അയക്കുന്ന കമൻറ്റിന് നമ്മൾ ഒരു കമൻറ്റിന് പോലും വിടാതെ റിപ്ലൈ തന്നിട്ടുണ്ട്. അതിൻ്റെ റീസൺ നിങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളുടെ ഒരു കമൻറ്റിലൂടെ നിങ്ങളുടെ ജീവിതം മാറിയെന്നായിരിക്കും. അപ്പോൾ ആ ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് കൈവിടാതിരിക്കാൻ അല്ലെങ്കിൽ അതിന് കറക്റ്റായിട്ടൊരു റിപ്ലൈ നിങ്ങൾക്ക് കിട്ടണം എന്നുള്ളതുകൊണ്ടാണ് നമ്മളുടെ സമയമോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ അതിനെല്ലാം റിപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ പതുക്കെ തണുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇതൊക്കെ കഴിക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ വീട് പിടിക്കട്ടെ. നാളെ ഓഫീസും പിള്ളേർക്ക് സ്കൂളും ഒക്കെ ഉള്ളതാണ്. വെറുതെ ഒരു നൈറ്റ് ഔട്ടിന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇറങ്ങിയപ്പോൾ വിചാരിച്ചു നിങ്ങളെ ഈ ടോക്കിയോ ഒക്കെ രാത്രി എങ്ങനെയാണ്, പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് അല്ലെങ്കിൽ ഈ ഡിസംബർ സമയത്ത് ടോക്കിയോ അല്ലെങ്കിൽ ഈ ഷിൻജുക്കു ഏരിയയൊക്കെ കാണാൻ അടിപൊളിയാണ്. അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം ഉറക്കത്തിൻ്റെയൊക്കെ സമയമുണ്ട്. പിള്ളേരൊക്കെ വണ്ടിയിലൊക്കെ ആകെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇനി ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതിന് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.